കൊച്ചിയുമായി ബന്ധപ്പെട്ട മറ്റൊരു വാർത്ത കിരൺ, ഈ കൊച്ചി പള്ളുരുത്തിയിൽ നമുക്കറിയാം ഗുണ്ടാ സംഘങ്ങളും മയക്കുമരുന്ന് വിൽപ്പന സംഘങ്ങളും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലാണ്. അതിൽ കൊലക്കേസ് പ്രതിയായ ലാൽജുവിനെ കുത്തിക്കൊന്ന പ്രതി ഫാജിസ്, അയാളെക്കുറിച്ച് പോലീസ് അയാൾക്ക് വേണ്ടി തിരച്ചിൽ നടത്തുകയായിരുന്നു. അയാൾ എന്തായാലും ഒടുവിൽ പിടിയിലായി എന്നുള്ള വിവരങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? ലക്ഷ്മി, ഇന്നലെ രാത്രി 8:45 കൂടിയാണ് ഈ സംഭവം ഉണ്ടായത്. കൊച്ചി പള്ളുരുത്തിയിൽ വെച്ച് വാക്കുതർക്കത്തിനെ തുടർന്ന് ലാൽജു എന്ന ആളെ കൊലപ്പെടുത്തുകയായിരുന്നു. ഈ ലാൽജു നേരത്തെയും കൊലക്കേസിലെ പ്രതിയാണ്. ഇയാൾ കുമ്പളങ്ങി ലാസർ എന്ന ആളെ കൊലപ്പെടുത്തിയ കേസിലെ രണ്ടാം പ്രതിയാണ് ലാൽജു. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നേരത്തെ കച്ചേരിപ്പടി സ്വദേശിയായിട്ടുള്ള ഫാജിസ് എന്ന ആൾക്ക് വേണ്ടി പോലീസ് അന്വേഷണം ആരംഭിച്ചിരുന്നു. ഫാജിസ് ആണ് ഈ ലാൽജുവിനെ കുത്തിയത്. ഏതായാലും ഇന്നലെ രാത്രിയോടുകൂടി തന്നെ വളരെ വൈകി തന്നെ ഈ ഫാജിസിനെ പിടികൂടാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളൊരു വിവരമാണ് ഏതായാലും പോലീസ് പങ്കുവെക്കുന്നത്. ഇയാളുടെ ഒരു ബന്ധു വീട്ടിൽ തന്നെ ഒളിവിൽ കഴിയുകയായിരുന്നു. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കൂടുതൽ ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിച്ചു വരികയാണ്. ഇപ്പോൾ നിലവിൽ ഒരു പ്രാഥമികമായിട്ട് ലഭിക്കുന്ന ഒരു വിവരം, ഇത് വ്യക്തിവൈരാഗ്യത്തിന്റെ പേരിലുള്ള കൊലപാതകമാണ് നടന്നിട്ടുള്ളത് എന്നുള്ളൊരു കാര്യം തന്നെയാണ്. ഏതായാലും ലാൽജുവിന്റെ മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇന്ന് പോസ്റ്റ്മോർട്ടം നടപടികളെല്ലാം തന്നെ പൂർത്തീകരിച്ച ലാൽജുവിന്റെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുന്നതായിരിക്കും. ലാൽജുവിനൊപ്പം തന്നെ കുത്തേറ്റ ഈ ഫാജിസ് കുത്തിയ മറ്റൊരു ആളുണ്ടായിരുന്നല്ലോ, അയാളുടെ ആരോഗ്യനിലയിൽ എന്തെങ്കിലും പുരോഗതി ഉണ്ട്? കാരണം ഗുരുതരമായ പരിക്കാണ് ഏറ്റിരുന്നത് എന്നൊക്കെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അയാളുടെ ആരോഗ്യനിലയിൽ എന്തെങ്കിലും പുരോഗതി ഉള്ളതായി അതിനെക്കുറിച്ച് സൂചനകൾ എന്തെങ്കിലും കിട്ടുന്നുണ്ടോ? ലക്ഷ്മി, ഇന്നലെ ഈ സംഭവം നടക്കുമ്പോൾ ലാൽജുവിന് ഒപ്പം തന്നെ ഉണ്ടായിരുന്ന മറ്റൊരാൾക്ക് കൂടി കുത്തേറ്റിരുന്നു. ഇയാൾ ഗുരുതരാവസ്ഥയിൽ തന്നെയാണ് നിലവിലിപ്പോൾ ചികിത്സയിലുള്ളത്. ഏതായാലും ഇദ്ദേഹം കൊച്ചിയിലെ തന്നെ ഒരു സ്വകാര്യ ആശുപത്രിയിലാണ് ചികിത്സയിലുള്ളത്. ഇദ്ദേഹത്തിന്റെ അവസ്ഥ നില ഗുരുതരമായി തന്നെ തുടരുന്നു എന്നുള്ളൊരു വിവരം മാത്രമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. മാത്രമല്ല കിരൺ, മറ്റൊരു കാര്യം, ഇത്തരത്തിൽ ഗുണ്ടാ സംഘങ്ങളും മയക്കുമരുന്ന് വിൽപ്പന സംഘങ്ങളും തമ്മിലുള്ള സംഘടനമായിരുന്നാൽ ആ ഒരു പ്രദേശം, പ്രത്യേകിച്ച് ഈ ലഹരിയുമായി ബന്ധപ്പെട്ട് അത്തരത്തിൽ അനാശാസ്യ പ്രവർത്തനങ്ങൾ, സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നവരുടെ വിളനിലമാണ് നാട്ടുകാരുടെ ഒരു ആരോപണമുണ്ട്. അതുമായി ബന്ധപ്പെട്ട് പോലീസ് നടപടികളൊന്നും സ്വീകരിക്കുന്നില്ലേ എന്നുള്ളതാണ്. ലക്ഷ്മി, ഈ പള്ളുരുത്തിയെ സംബന്ധിച്ച് നേരത്തെയും ഇത്തരം സമാനമായിട്ടുള്ള സംഭവങ്ങൾ നടന്നിട്ടുള്ളതാണ്. ഇവിടെ മുമ്പും ഇതേ രീതിയിൽ തന്നെ ഈ മയക്കുമരുന്ന് സംഘങ്ങൾ തമ്മിൽ സംഘർഷം ഉണ്ടാവുകയും ആളുകൾ കൊല്ലപ്പെടുന്നത് സംഭവം കൂടി ഉണ്ടായിട്ടുണ്ട്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പാണ് ഒരാൾ കൊല്ലപ്പെടുന്ന ഒരു സംഭവം ഉണ്ടായത്. മാത്രവുമല്ല, കൊച്ചി കേന്ദ്രീകരിച്ച് നടക്കുന്ന പല മയക്കുമരുന്ന് വിപണനങ്ങളിലടക്കം ഈ പള്ളുരുത്തി കേന്ദ്രീകരിച്ചിട്ടുള്ള സംഘങ്ങൾ ഉണ്ട് എന്നുള്ളൊരു വിവരം തന്നെയാണ് പോലീസിൽ നിന്നും ലഭിക്കുന്നത്. കഴിഞ്ഞ ദിവസം 1.5 കിലോ കഞ്ചാവുമായിട്ട് മട്ടാഞ്ചേരിയിൽ നിന്ന് ഒരാളെ പിടികൂടി. പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ ഇതിലെ സംഘത്തലവൻ ഈ കച്ചേരിപ്പടിയിൽ തന്നെ, അതായത് ഇപ്പോൾ ഈ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ള ഈ പള്ളുരുത്തി കച്ചേരിപ്പടിയിൽ തന്നെയുള്ള ഒരാളാണ് എന്ന് കണ്ടെത്തുകയും പിന്നീട് മട്ടാഞ്ചേരി ACPയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇയാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. ഇങ്ങനെ വലിയ രീതിയിൽ തന്നെ ഗുണ്ടാ മാഫിയ സംഘങ്ങൾ ഈ പള്ളുരുത്തി കേന്ദ്രീകരിച്ചും ഒപ്പം തന്നെ കൊച്ചി കേന്ദ്രീകരിച്ചും പിടിമുറുക്കുന്നു എന്നുള്ളൊരു വിവരങ്ങൾ തന്നെയാണ് പ്രധാനമായിട്ടും പുറത്തു വരുന്നത്. പ്രത്യേകിച്ച് ഈ പശ്ചിമ കൊച്ചിയിലെ ഈ കേന്ദ്രങ്ങൾ, മട്ടാഞ്ചേരി അടക്കമുള്ള കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ വലിയ രീതിയിൽ തന്നെ ഗുണ്ടാ സംഘങ്ങൾ ഉണ്ടാവുന്നു. നേരത്തെ ഈ ലാസർ ഉൾപ്പെട്ടിട്ടുള്ള, അതായത് നിലവിലിപ്പോൾ കൊല്ലപ്പെട്ടിട്ടുള്ള ലാൽജു ഉൾപ്പെട്ടിട്ടുള്ള ഒരു കൊലക്കേസ്, അത് കുമ്പളങ്ങി സ്വദേശിയായിട്ടുള്ള ഒരു ലാസർ എന്ന ആളെ കൊലപ്പെടുത്തിയ കേസാണ്. ഇതും ഇത്തരത്തിലുള്ള ഒരു തർക്കത്തിലെ തുടർന്നാണ് ഈ കൊലപാതകം ഉണ്ടായത്. ഏതായാലും ഈ കൊലപാതകവുമായി നിലവിലുള്ള കൊലപാതകത്തിന് ബന്ധമുണ്ട് എന്ന തരത്തിലുള്ള ഒരു സ്ഥിരീകരണം പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ പോലും നിലവിലിപ്പോൾ പോലീസ് പങ്കുവെക്കുന്നത് പ്രധാനമായിട്ടും ഈ രണ്ട് സംഘങ്ങൾ തമ്മിലുണ്ടായിട്ടുള്ള, അതായത് ലാൽജുവിന്റെ സംഘവും ഒപ്പം തന്നെ ഇപ്പോൾ പിടിയിലായിട്ടുള്ള ഫാജിസിന്റെ സംഘവും തമ്മിലുണ്ടായിട്ടുള്ള തർക്കമാണ് ഇപ്പോഴുള്ള ഈ ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നുള്ളൊരു വിവരം തന്നെയാണ് ഏതായാലും പോലീസ് പങ്കുവെക്കുന്നത്. കിരണാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.